നമ്മുടെ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമസ്കാരം. നമസ്കാരം. ഈ കഥകളി മേഖലയിലേക്ക് വന്നിട്ട് ഏകദേശം എത്ര കാലഘട്ടമായി? ഏകദേശം 50 വർഷത്തിൽ കൂടുതലായിട്ടുണ്ട്. ഇപ്പോൾ ഒരു ഗോൾഡൻ ജൂബിലി ആഘോഷിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അതെ. ഓക്കെ, അപ്പോ ഈ ഒരു കാലയളവിൽ കഥകളിക്ക് ഉണ്ടായ മാറ്റങ്ങൾ, അതായത് തുടക്കകാലത്ത് നമ്മൾ കഥകളി എന്നൊക്കെ പറയുമ്പോൾ വളരെ ഒരു ചെറിയ സ്റ്റേജില് വലിയ ഇതൊന്നും ഇല്ലാണ്ട്, ആഡംബരങ്ങളൊന്നും ഇല്ലാണ്ട് കളിച്ചിരുന്ന ഒരു കാലഘട്ടമാണ്. അവിടുന്ന് ഇന്ന് വലിയൊരു സ്റ്റേജിലേക്ക് വരെ എത്തിപ്പെടുന്ന അവസ്ഥയുണ്ട്. അതിനെ കുറിച്ചിട്ടൊന്ന്, ആ മാറ്റത്തെ കുറിച്ചിട്ടൊന്ന് പറയാം. ഞാൻ ഏകദേശം 9 വയസ്സ് മുതൽ കഥകളി പഠിച്ചു തുടങ്ങിയതാണ്. 10ാമത്തെ വയസ്സിൽ അരങ്ങേറ്റം കഴിഞ്ഞു. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ കഥകളി അമ്പലങ്ങളിൽ 4 ദിവസം 5 ദിവസം അങ്ങനെയാണ് കഥകളി നടത്തുന്നത്. അത് ഉത്സവത്തിന് കൊടിയേറി കഴിഞ്ഞാൽ 4 ദിവസം 5 ദിവസം കഥകളി അവിടെ സ്ഥിരം, അത് അവരുടെ ഒരു ചടങ്ങാണ്, അത് നടത്തണം എന്നുള്ളത്. അന്ന് വളരെ പ്രഗത്ഭരായിട്ടുള്ള ആശാന്മാരും ഒക്കെ ഉണ്ടായിരുന്ന കാലമാണ്. കൃഷ്ണൻ നായരാശാൻ, പള്ളിപ്പുറം ഗോപാലൻ നായരാശാൻ, കുടമാളൂർ കരുണാകരൻ നായരാശാൻ, അങ്ങനെ രാമകുട്ടി ആരാശാൻ, അങ്ങനെ എല്ലാവരും, ഗോപി ആശാൻ. പക്ഷേ ഈ അവരൊക്കെ കളികൾക്ക് പങ്കെടുക്കുന്നുണ്ടെങ്കിലും ഈ കഥകളിക്ക് ഈ ഇവരെല്ലാവരും കളിക്ക് വേണം എന്നുള്ളത് കമ്മിറ്റിക്കാരുടെ വളരെ ഒരു ആഗ്രഹവും ആവശ്യവുമാണ്. പക്ഷെ അവർക്ക് വേണ്ടുന്ന ഒരു പ്രതിഫലമോ അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന ഒരു ചുറ്റുപാട്, ഒരു അണിയറയിൽ ഉള്ള സൗകര്യം, അരങ്ങത്തുള്ള സൗകര്യം, അങ്ങനെയൊന്നും അന്ന് ആരും ഒന്നും ചെയ്തു കൊടുത്തിരുന്നില്ല. ചില സ്ഥലങ്ങളിലൊക്കെ, ഞാനൊക്കെ പോകുന്ന അമ്പലങ്ങളിലൊക്കെ ഒരു മൈക്കാണ് കൊടുക്കണം പാടാൻ. അത് പൊന്നാനി പാടിയിട്ട് മാറിക്കഴിഞ്ഞാൽ ശിങ്കിടി 2ാമത് ആ മൈക്കിൻ്റെ അടുത്തേക്ക് ചെല്ലണം. 3 പലക ഇട്ടിട്ടുണ്ടാകും കളിക്കാൻ. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഒരു അരങ്ങ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. പിന്നെ ഈ എന്താ പറയണ, ഈ തെങ്ങിൻ്റെ മുകളിൽ ഒരു വലിയൊരു കോളാമ്പി വെച്ചിട്ടുണ്ടാകും. ഇതാണ് പാട്ട് എന്ന് വെച്ചാൽ. അതിനെ അത്രയ്ക്ക് അവർ കരുതിയിട്ടുള്ളൂ. അമ്പലത്തിൽ ഇത് നടത്തണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ പിന്നീട് വന്നപ്പോഴത്തേക്ക്, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശങ്കരനെമ്പ്രാന്തിരി വന്നപ്പോൾ മുതലാണ് ശരിക്കും ഈ പാട്ടിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു സൗകര്യങ്ങൾ, മൈക്ക് ഇത് പറ്റൂല, 2 മൈക്ക് വേണം, ഈ കോളാമ്പി പറ്റൂല, ബോക്സ് തന്നെ വേണം. അപ്പോൾ പാട്ടിൻ്റെ സൗകുമാര്യം ഈ ശങ്കരനെമ്പ്രാന്തിരി വന്നതിന് ശേഷമാണ് കഥകളിയിൽ വളരെ ഈ പ്രചാരത്തിലായത്. അപ്പോൾ എമ്പ്രാന്തിരി ഏട്ടൻ്റെ ഈ പാട്ട് കേൾക്കാൻ വേണ്ടി എവിടെ നിന്നൊക്കെയോ ആൾക്കാർ കൊണ്ടുവന്ന്, കളിയല്ല കാണുന്നത്, മൈക്കിൻ്റെ ചോട്ടിൽ പോയി ഇരുന്നിട്ട് ടേപ്പ് പിടിച്ചുകൊണ്ട് പോകുന്ന ഒത്തിരി സന്ദർഭങ്ങൾ കണ്ടിട്ടുണ്ട് ഞാൻ. അപ്പോൾ പിന്നെ അത് തന്നെയല്ല, ഇന്നത്തെ പോലെ വണ്ടി സൗകര്യങ്ങളൊന്നുമില്ല, വള്ളത്തിനാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഞാനൊക്കെ ഈ കളിയോഗക്കാരാണ് ഇവർ അമ്പലത്തിൽ, ഇവരെ ഏൽപ്പിക്കും 4 ദിവസത്തേക്ക്. അവർ വന്ന് അവിടെ കളിച്ചോളും. അതിനിടയ്ക്ക് 1-2 ദിവസം ഈ ആശാന്മാരെ വിളിച്ച് മേജർ സെറ്റ് കഥകളി എന്നുണ്ടാവും. അപ്പോൾ നമ്മളിവിടെ തലേ ദിവസം ഈ കളിയോഗക്കാരൻ്റെ വീട്ടിൽ പോയി അവിടെ നിന്ന് പെട്ടിയൊക്കെ ചുമന്ന് വള്ളത്തേൽ വെച്ച് വള്ളം തുഴഞ്ഞ് അമ്പലത്തിലൊക്കെ എത്തുന്ന ഒത്തിരി സ്ഥലത്ത് ഞാനങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ അവർ വന്നാൽ ആരും ശ്രദ്ധിക്കാനുമില്ല, ഒന്നുമില്ല. നമ്മൾ ആ വീട്ടുവരെ പോയി വയ്ക്കും, ഉള്ള സൗകര്യത്തിലൊക്കെ ചെയ്യും, കളി കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് പോരും. പക്ഷേ ഇന്നിപ്പോൾ അതല്ല. ഇപ്പോൾ ആശാന്മാർ, രാമകുട്ടിയാരാശാൻ, പത്മനാരാശാൻ, ഗോപി ആശാൻ, എമ്പ്രാന്തിരി ഏട്ടൻ, ഹൈദരാലി മാഷ്, കേശവേട്ടൻ, കലാമണ്ഡലം കേശവൻ ചെണ്ട, അങ്ങനെയുള്ളവരൊക്കെ വന്നപ്പോഴത്തേക്കും അവരുടെ ഒരു പോപ്പുലാരിറ്റി ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ അത് അവർ തന്നെ പറഞ്ഞുണ്ടാക്കിക്കുമായിരുന്നു. ഇപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം വെച്ചാൽ ഗോപി ആശാനാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പരിഷ്കാരങ്ങൾ, ഈ കഥകളിക്കാരന് വേണ്ടുന്ന ആവശ്യങ്ങൾ ധരിപ്പിച്ച് ഇപ്പോൾ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഗോപി ആശാൻ കാരണമാണ്. ഒരു അണിയറയിൽ ഒരു ഫാൻ പോലും ഉണ്ടാവില്ല. ഇപ്പോഴത്തെ ചൂട് കാലത്ത് ഷർട്ട് ഇട്ടുകൊണ്ട് പോലും ഇരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ എങ്ങനെ ഇത്രയും വേഷങ്ങൾ ഉടുത്ത് കെട്ടി ഒരു കാറ്റ് പോലും ഒരിടത്തും കൊള്ളില്ല. ആകെ കൊള്ളുന്ന കയ്യേലും പാദത്തേലും മുഖത്തും മാത്രമേ ഉള്ളൂ. അപ്പം അങ്ങനെ ഇരിക്കുന്ന ആ ഒരു ഇതിൽ ഇപ്പോൾ കഥകളിയിൽ ഒരൊറ്റ ആർട്ടിസ്റ്റിന് ഒരു പ്രശ്നവും വെച്ചാൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളില്ല എന്നുള്ളതാണ്.
ചില AC ഹാളിൽ തന്നെയാണ് ഇപ്പോൾ കഥകളി നടക്കുന്നത് തന്നെ. അപ്പോൾ അത്രയും വ്യത്യാസങ്ങൾ. പിന്നെ ഏറ്റവും വലിയത് പ്രതിഫലത്തിൻ്റെ കാര്യത്തിലാണ്. പ്രതിഫലം വളരെ പുരോഗമിച്ചിരിക്കുന്നു. മനസ്സിലായി. ഒരു പുറപ്പാട് കെട്ടുന്ന കുട്ടിക്ക് വരെ പുറപ്പാട് കെട്ടാൻ ചെന്ന് കഴിഞ്ഞാൽ 2000 3000 കിട്ടുന്നുണ്ട്. ഈ പണ്ടൊക്കെ ഈ ഗോപിയാശാനെ പോലെയുള്ളവർ വന്നിട്ട് വളരെ തുച്ഛമായ പൈസയാണ് അമ്പലക്കാർ കൊടുത്തിരുന്നത്. ചിലപ്പോൾ 2 വേഷമൊക്കെ കെട്ടിക്കും. അതൊക്കെ മാറി ഇപ്പം ശരിക്ക് പറഞ്ഞാൽ പൈസ ശരിക്ക് പറഞ്ഞു തുടങ്ങിയത് കൃഷ്ണനാരാശാനാണ്. നമ്മൾ ബുദ്ധിമുട്ടുന്നതിനുള്ള പ്രതിഫലം, അർഹമായ പ്രതിഫലം കിട്ടണം എന്ന് കൃഷ്ണനാരാശാനാണ് പറഞ്ഞത്. ആ കൃഷ്ണനാരാശാൻ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഗോപിയാശാന് പറയാനൊരു വോയിസായി. ഗോപിയാശാൻ ഗോപിയാശാൻ പറയണത് എനിക്ക് ഇത്ര കിട്ടണം. അതാ ഞാൻ പറയട്ടെ, ഇന്നിപ്പോൾ കലാലോകത്ത് ഏറ്റവും കുറവ് പ്രതിഫലം മേടിക്കുന്ന കഥകളി ആർട്ടിസ്റ്റുകളാണ്. ഏറ്റവും കുറവ്. ചോദിച്ചാൽ പോലും വലിയ കമ്മിറ്റിക്കാർ ഒരു അവജ്ഞയോടെ പറഞ്ഞു വിടും. ചില സ്ഥലങ്ങളിൽ വളരെ നല്ല പ്രതിഫലവും തരുന്നുണ്ട്, വളരെ ആദരവും തരുന്നുണ്ട്. എല്ലാം, ഭക്ഷണത്തിൻ്റെ കാര്യം വരെ. എന്തെങ്കിലും ഒരു വെട്ടുപുളും കറി ഉണ്ടാക്കിയിട്ട് ഇതും കുറച്ച് ചോറും തരും, കഴിച്ചോളാൻ പറയും. ഇന്നിപ്പോൾ അങ്ങനെയൊന്നുമല്ല. ഇപ്പം നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണമാണ് നമുക്ക് തരുന്നത്. നമ്മളുടെ സൗകര്യത്തിനനുസരിച്ച് എന്ത് വേണം എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്ക് പറയാൻ പറ്റും, അത് നമുക്ക് കൊണ്ട് തരുന്നുണ്ട്. പ്രതിഫലം, നല്ല മാന്യമായ പ്രതിഫലം ഇന്നിപ്പോൾ കിട്ടുന്നുണ്ട്. അതും ഇപ്പോൾ ഉള്ള കമ്മിറ്റിക്കാരെന്ന് പറഞ്ഞാൽ പഴയ ആൾക്കാർ പോയി, ഇപ്പോൾ പുതിയ ആൾക്കാർ വന്നപ്പോൾ അവരും ചില ചെറുപ്പക്കാരൊക്കെ ആയിരിക്കും, ചിലപ്പോൾ അമ്പലത്തിൻ്റെ ആൾക്കാരൊക്കെ, അവർക്കും ഇതെങ്ങനെ ഇത്രയും കൊടുക്കണേന്ന് തോന്നുന്നുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം നമുക്ക് അങ്ങനെ ഇപ്പോൾ കാണുന്ന അന്ന് കണ്ടിരുന്നതിനേക്കാളും വളരെ 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 എന്താ പറയണ്ടേ, പുരോഗതി എല്ലാ വിഷയത്തിലും കഥകളിക്ക് ഉണ്ടായിട്ടുണ്ട്. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക.